ನಮಸ್ತೆ ಎಲ್ರಿಗೂ. ರಾಕೇಶ್ ಜೇನುಕುರುಬ ಯೂಟ್ಯೂಬ್ ಚಾನಲ್ಗೆ ಎಲ್ಲರಿಗೂ ಸ್ವಾಗತ. ನನ್ನ ಮೊದಲನೇ ವ್ಲಾಗ್ ಆಗಿರ್ತದೆ ಇದು. ಇವತ್ತಿಂದ ವ್ಲಾಗ್ನ ಸ್ಟಾರ್ಟ್ ಮಾಡಬೇಕಂತ ಅಂದ್ಕೊಂಡಿದ್ದೀವಿ. ಇವತ್ತಿನ ವಿಷಯ ಬಂದು ಕೇರಳದ ವಯನಾಡ್ ಡಿಸ್ಟಿಕ್ನ ಸುಲ್ತಾನ್ ಬತ್ತೇರಿಯಲ್ಲಿದ್ದೀವಿ. ಇಲ್ಲಿ ಮುತ್ತಂಗದಲ್ಲಿ ನಡೆದಂಥ ಸ್ಟ್ರಗಲ್ ಬಗ್ಗೆ ಇವತ್ತು ಈ ಒಂದು ಕಾರ್ಯಕ್ರಮ ಆಗಿತ್ತು. ಜೊತೆಗೆ ಆಗಸ್ಟ್ 9 വിശ്വ ആദിവാസി ദിനാചരണ ഇರೋದ್ರಿಂದ ನಾವು ಕೂಡ ಇಲ್ಲಿ ಬಂದಿದ್ದೀವಿ. ആ സമരത്തെ തല്ലി തകർക്കാൻ വേണ്ടി ഇവിടുത്തെ ഭരണകൂടങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും ഒരുമിച്ച് നിന്നു എന്ന അതിൻ്റെ ഒരു പ്രതിഫലമായിട്ടാണ് ആ സമരത്തെ അടിച്ചു നോക്കാൻ വേണ്ടി ഇവിടുത്തെ ഭരണകൂടം അന്ന് മെനക്കെട്ടത്. എന്നിരുന്നാലും നമ്മുടെ പല ആൾക്കാരും ആ സമരത്തിൻ്റെ ഭാഗമായി ജയിലിലടക്കപ്പെട്ടു, മരണപ്പെട്ടു. നമ്മുടെ ഒരു രോഗി, നമ്മുടെ സഹോദരൻ മരണപ്പെടുകയും അതിൻ്റെ ഒരു അന്വേഷണവും കാര്യങ്ങളും ഇല്ലാതെ 23 വർഷത്തെ വിധിന്യായത്തിന് വിധി വന്നിരിക്കുന്നു. നമുക്ക് ആദിവാസികൾക്ക് എവിടെ നീതി? മറ്റുള്ള ജനവിഭാഗങ്ങൾക്ക് നീതി കിട്ടി. ഒരു പോലീസുകാരൻ മരിച്ച ആൾക്ക് 7 ലക്ഷം രൂപ കൊടുത്തു. മറ്റുള്ള 2 ഉദ്യോഗസ്ഥർക്ക് 3 ലക്ഷം 2 രൂപയാണ് വന്നിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ ഭരണകൂടങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്ര ഞങ്ങളെ തല്ലിയൊളിച്ചാലും ഇതിനെ ഞങ്ങൾ പിന്നോട്ട് പോകില്ല, മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ ഇനി നമ്മുടെ നെഞ്ചുകൂടത്ത് ഇനിയും വെടിവെച്ച് വന്നാലും നമ്മൾ ഈ ഒരു പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ വേദിയിൽ വെച്ച് നമ്മൾ ഇന്നുള്ള മുന്നോട്ടുള്ള പ്രയാണം എങ്ങനെയെന്ന് ഞങ്ങളിവിടെ നിങ്ങളോട് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഇവിടെ തീരുമാനിച്ചിട്ട് പറയും. നമ്മുടെ മുത്തങ്ങ സമരത്തിൻ്റെ ഫലമായിട്ടാണ് 3500 ഏക്കർ ഭൂമി നമ്മുടെ പാവപ്പെട്ട ആദിവാസി കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചത്. ഈ അവസരത്തിൽ പറയാനുള്ളത്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷനിലല്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം അറിയിക്കുന്നു. മരിച്ചു എന്ന് ലോകം വിധിയെഴുതിയ വ്യക്തിയാണ് ബാലൻ. നമ്മൾ ടി വിയിലൂടെ കാണുമ്പോൾ പിടികൊണ്ട് കിടക്കുന്ന ബാലൻ കയ്യൊക്കെ നിർത്തി വിറയാർന്ന ജീവസ്ഥലം പോലെ നിശ്ചലമായി കിടക്കുന്ന ഒരവസ്ഥ വളരെ കൃത്യമായി ആളുകൾ കണ്ടതാണ്. മരിച്ചു എന്ന് ലോകം വിധി എഴുതിയ അദ്ദേഹം നമ്മുടെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. അദ്ദേഹം സംസാരിക്കും. ബഹുമാനായ യോഗാധ്യക്ഷൻ, ബഹുമാനായ ഉദ്ഘാടക, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന സമര പോരാളികൾ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ലോക ആദിവാസി ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുൻപാകെ മുത്തങ്ങ സമരത്തെക്കുറിച്ച് 2 വാക്ക് പറയുവാൻ കിട്ടിയ ഈ അവസരത്തെ ഞാൻ മഹാഭാഗ്യമായിട്ട് കാണുകയാണ്. ചരിത്രത്തിൽ ഇടം നേടിയ മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളത് വളരെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ എണ്ണുകയാണ്. മുത്തങ്ങ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് മുൻപ് സൂചിപ്പിച്ച ബഹുമാനായ പത്രപ്രവർത്തകൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ മുത്തങ്ങയിൽ എന്താണ് സംഭവിച്ചത് അതാരും ഇന്നുവരെ അതിൻ്റെ ഒരു ഗൗരവതരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. സത്യത്തിൽ എല്ലാവരും പറയാറ് അവിടെ എന്തിനു പോയി സമരം ചെയ്തു എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. എന്നാൽ ബഹുമാനായ ശ്രീ ജനാർദ്ദൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിതാക്കന്മാരുടെ നാട്ടിലേക്കുള്ള ഒരു യാത്രയായിരുന്നു മുത്തങ്ങ സമരം. ആ സമരത്തെ ഭരണകൂടം അടിച്ചൊതുക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ സൂചിപ്പിച്ചല്ലോ, 2 മാസത്തോളം നീണ്ടു നിന്ന മുത്തങ്ങ സമരത്തിൽ ഒറ്റ ദിവസം പോലും ഒരു സന്ധി ചർച്ചയ്ക്കായിട്ട് ഭരണകൂടമോ ഉദ്യോഗസ്ഥരോ തയ്യാറായിട്ടില്ല. ഏതൊരു സമരം നടക്കും, പക്ഷേ ബഹുമാനായ നമ്മുടെ ജോഗിയണ്ണനും ബഹുമാനായ വിനോദ് എന്ന പോലീസുകാരനും അവിടെ മരണപ്പെടുത്തില്ല. അപ്പോൾ മുത്തങ്ങ സമരത്തെ അടിച്ചൊതുക്കുക എന്നുള്ളത് ഭരണകൂടത്തിന്റെ ഒരു ഗൂഢ ലക്ഷ്യമായിരുന്നു. അതിനുള്ള വഴി സർക്കാരും അന്നത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഫെബ്രുവരി 17-ാം തീയതി അവിടെ തീവെപ്പുണ്ടായത്. അതിന് ഉപയോഗിച്ചതോ നമ്മളിൽപ്പെട്ട 2 ആദിവാസി സഹോദരങ്ങളെ, നമ്മൾ പറയുന്നത് പോലെ ബാച്ചർമാരെ. പക്ഷെ അവരുടെ നീതിബോധം 17-ാം തീയതി നഷ്ടപ്പെട്ട ദിവസമായി. തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ ഏതോ ഉദ്യോഗസ്ഥരുടെ ആജ്ഞ കേട്ട് ആ സമരത്തെ കത്തിച്ചൊതുക്കുവാൻ നോക്കിയ ദിവസമായിരുന്നു ഫെബ്രുവരി 17-ാം തീയതി. അന്നവർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരും മാതാപിതാക്കളും പിഞ്ചു കുഞ്ഞുങ്ങളും പങ്കെടുക്കുന്ന ഒരു സമരമാണിത്, അതിനെ തീയിട്ട് നശിപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്നവർക്ക് വേണമെങ്കിൽ വിളിച്ചു പറയാമായിരുന്നു. പക്ഷെ അവർ പറഞ്ഞില്ല. പ്രൈവറ്റ് വാഹനത്തെ ഉപയോഗിച്ചത്. വനം വന്യജീവി വകുപ്പിന് സ്വന്തമായി വാഹനമില്ലാഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. കാരണം വനം വന്യജീവി സങ്കേതത്തിലേക്ക് കടന്നു കയറുന്ന ആളുകളെ അടിച്ചൊതുക്കുക എന്നുള്ള ലക്ഷ്യവും
ഞാൻ ഗീതാനന്ദ മാഷും സമര നേതാക്കളുമൊക്കെ മരക്കൊമ്പുകൾ വെട്ടി അല്ലെങ്കിൽ മരച്ചില്ലകൾ വെട്ടി ആ തീനെ കൊഴുന്നനെ കെടുത്തി, അല്ലെങ്കിലോ ആ ഫോറസ്റ്റ് മുഴുവൻ കത്തി നശിക്കുമായിരുന്നു. അതിലൊരു ദുഃഖസത്യം, കാട്ടുതീ തടയുക എന്ന് ബോർഡ് വെച്ചവർ തന്നെ കാടിനെ കത്തിച്ച് നശിപ്പിച്ച ആ ദിവസമായിരുന്നു ഫെബ്രുവരി 17. 18 എന്താണ് നടന്നത്? ഡ്രൈവേഴ്സ് യൂണിയന്റെ ആളുകളും ജനപ്രതിനിധികളും നാട്ടുകാരും അടക്കം സമരക്കാരെ അടിച്ചൊതുക്കുവാൻ അവിടെ കടന്നു വന്നു. അത് പോലീസ് ഇടപെട്ട് അതതിനെ സമാധാന അന്തരീക്ഷമാക്കി തീർന്നു. ഞങ്ങൾ വിചാരിച്ചു ഇനി പ്രശ്നം ഉണ്ടാവത്തില്ല. എന്നാൽ 19-ാം തീയതി രാവിലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുകയാണ്, സാധാരണ നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ ഒരുപാട് പോലീസ് വാഹനങ്ങളും പോലീസുകാരൊക്കെ കാണാറുണ്ട്. ജീവിതത്തിൽ ആദ്യമായി അത്രയും പോലീസ് വാഹനത്തെയും പോലീസുകാരെയും കണ്ട ആ ദിവസമായിരുന്നു. എങ്കിലും കുറേ സമര പോരാളികൾ, എല്ലാവർക്കും ഭയമുണ്ടല്ലോ, മനുഷ്യനല്ലേ, എങ്കിലും കുറച്ചു പേരെങ്കിലും പോലീസിന്റെ ലാത്തി കണ്ടിട്ടോ തോക്ക് കണ്ടിട്ടോ ഒന്നും ഓടാത്ത ചിലരെങ്കിലും ഉണ്ടായിരുന്നു. അതെനിക്ക് അഭിമാനിക്കാം. ആ ഓടാതെ മുൻപിൽ നിന്ന ഒരു വ്യക്തി എന്ന ഒരു വല്ലാത്ത ഒരു അഭിമാനം എൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്ക് തുറന്നു പറയാം. കാരണം ചരിത്രം കുറിക്കപ്പെട്ടു മുത്തങ്ങ സമരം. ഈ മുത്തങ്ങ സമരത്തെ കുറിച്ച് എന്തെങ്കിലും നമ്മുടെ തലമുറ പഠിക്കുകയാണെങ്കിൽ അതിനൊരു പേര് ബാലന്റെയും കൂടെ. അന്ന് ഞാൻ ഉറച്ചു നിൽക്കുമ്പോഴും വേദനകരമായ സങ്കടം ഞാൻ പറയാം. എൻ്റെ ഭാര്യ മീന വിടുണ്ട്. എനിക്ക് 2 മക്കളാണ്. അത് 2 മക്കൾ, ആകെ 4 പേരാണ്. എങ്കിലും 2 മക്കൾ ആ സമരത്തിൽ പങ്കെടുത്തിരുന്നു. എൻ്റെ അമ്മ, അച്ഛൻ, എൻ്റെ ചേച്ചി, അളിയൻ, 2 കുഞ്ഞുങ്ങൾ. സാധാരണ വലിയൊരു പട വരുമ്പോൾ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ എല്ലാവരും തയ്യാറാകും. അവരൊക്കെ കൂട്ടി ബാക്കോട്ട് ഓടാൻ മറഞ്ഞു പോകാനല്ലേ എല്ലാവരും വിചാരിക്കത്തുള്ളൂ. പക്ഷെ എൻ്റെ മനസ്സിൽ വന്നിച്ചു, ഞാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പറയുക, അന്ന് എൻ്റെ ഹൃദയത്തിൽ വന്നിച്ചു. കുടുംബത്തെ ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, അന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത ഞാൻ പറയാം. ഞാൻ മരിച്ചാലും വേണ്ടില്ല, എൻ്റെ ആളുകൾക്ക് ഒരു തുണ്ട് ഭൂമി ലഭിക്കണമെന്ന ഉറച്ച തീരുമാനം ഞാനെടുത്തപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് ചിലതുണ്ട്. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, അവരൊക്കെ പോലീസിന്റെ അടികൊണ്ട് വേഗത്തിൽ മരണപ്പെട്ടു. എൻ്റെ മൂത്ത മകൾ അക്സ, അവൾക്ക് ഇന്നിവിടെ വരാൻ കഴിഞ്ഞില്ല. അവൾ പഠനത്തോടുള്ള ബന്ധത്തിൽ എറണാകുളത്താണ്. എൻ്റെ അളിയൻ അദ്ദേഹത്തിന്റെ മകളെയും എൻ്റെ മകളെയും എടുത്തുകൊണ്ട് ഓടുക, 2 കച്ചട്ടം വെച്ച് എടുത്തുകൊണ്ട് ഓടുക. ഒരു മനുഷ്യന് ഈ വെപ്രാളത്തിൽ കാട്ടിൽ എത്രമാത്രം 2 മക്കളെ എടുത്തുകൊണ്ട് ഓടാം. ഓടി മടുത്തപ്പോ ഒരു കുഞ്ഞിനെ അദ്ദേഹം ഉപേക്ഷിച്ചു. ആരായിരിക്കും? സാധാരണ 2 മക്കളുള്ളപ്പോ ഞാനാണെങ്കിലും എന്താ ചെയ്യാറ്? എൻ്റെ സ്വന്തം മകളെ എടുത്തോടും, മറ്റൊന്ന് ഉപേക്ഷിക്കും. അതേപോലെ അലിയൻ തൻ്റെ മകളെ കൊണ്ടുപോടുമ്പോൾ എൻ്റെ മകളെ ഉപേക്ഷിച്ചു. കുറേ മണിക്കൂറുകളോളം മകൾ ഒറ്റപ്പെട്ടു. തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോഴും ജീവനോടെ നമ്മുടെ ബഹുമാനായ മാഷിൻ്റെയും ആദിശക്തി സമ്മർ സ്കൂളിൻ്റെ സംഘാടകരുടെയും ആ വലിയ കരുതലോടെ അവൾ ഇപ്പോഴും എറണാകുളം ഭാരത് മാതാ കോളേജിൽ MSW പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയട്ടെ, ഇവിടെ മാഷ നോക്കുമ്പോൾ എല്ലാവരും പറയും അദ്ദേഹം തീവ്രവാദിയാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികളെ ദൂര സ്ഥലത്ത് കൊണ്ടുപോയി അവർക്ക് വസ്ത്രവും ഭക്ഷണവും ഒക്കെ കൊടുത്ത് അവരെ പഠിപ്പിച്ച് വലുതാക്കുന്ന ഗീതാനന്ദൻ മാഷാണോ തീവ്രവാദി? അതോ അധികാരത്തിന് വേണ്ടി, പണത്തിനു വേണ്ടി കതിരിട്ട് നമ്മെ കൊള്ള ചെയ്യുന്ന ആളുകളാണ് തീവ്രവാദികൾ. ഇവിടെ രമേശനെ കാണുമ്പോൾ ഞങ്ങളൊക്കെ സാധാരണ അദ്ദേഹത്തെ കളിയാക്കാറുണ്ട്, ബാബാനെ സ്റ്റൈല. ഇവിടുത്തെ ആളുകൾക്ക് കുറച്ച് പൊടി കിട്ടുമ്പോൾ ഒന്ന് ഇന്നടിച്ച കുറച്ച് കറുത്തവനായ അവൻ വലിയ മാവോവാദിയ, തീവ്രവാദിയ. എനിക്ക് രമേശനെ വ്യക്തിപരമായിട്ട് അറിയാം. എല്ലാവരും കാണുന്നത് പോലെ അതേ ഒരു ഗുണ്ടയൊന്നുമല്ല, വളരെ ലളിതമായ ഒരു മനുഷ്യനാണ്. ഇവിടെ രേഷ്മയുടെ ആങ്ങള ഉണ്ടെങ്കിൽ അവരോട് ഞാനൊരു കാര്യം പറഞ്ഞു. നിങ്ങളുടെ പിതാവും ചരിത്രത്തിൽ ഇടം പിടിച്ച മുത്തങ്ങ സമരത്തിൽ ഇതാ നല്ല ജേതാവായി നിൽക്കുന്ന ഒരു സഹോദരനാണ്. കവിത ചേച്ചി ദുഃഖിക്കരുത്. ഒരുമിച്ച് നമ്മുടെ ആളുകൾക്ക് വേണ്ടി തല്ലുകൊള്ളാൻ നാം ഒക്കെ നിന്നു. അതിന്റെ ഭാഗമായി നിങ്ങളുടെ ഭർത്താവ് കുറച്ച് നാളുകൾ ജയിലിൽ കിടന്നാലും സാരമില്ല. പക്ഷേ
ശ്രീ രമേശ് ബിരുവേട്ട, രമേശ്, നിങ്ങൾ ഓർത്തോ, നിങ്ങൾ ജയിലിൽ കിടക്കുമ്പോഴും ഞങ്ങൾ ഒരുപറ്റ ആളുകൾ ഇവിടെ അണിനിരന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ദൂരെയുള്ള നിങ്ങൾ കേൾക്കാൻ ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നു. ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ എഴുതിയ ഒരു 2 വരി പാട്ട് കൂടി ഈ സദസ്സിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തിക്കുന്നു. കുഞ്ഞുനാടും ഉത്തപ്പെ മാരിച്ചോര നീരാക്കി തന്ന നാടു, ഒരു കാലം ഇവയൊക്കെ ഞങ്ങളെ കയ്യിലെ കുഞ്ഞുനാടും ഉത്തപ്പെ മാരിച്ചോര നീരാക്കി തന്ന നാടു, ഇന്നു കാണി കുഞ്ഞുനാടും ഇന്നു കാണി, ഇന്നു കാണി കുഞ്ഞുനാടും ഇന്നു കാണി, വന്നവരൊക്കെ പിടിച്ചു പറിച്ചു എങ്കള മണ്ണു, വന്നവരൊക്കെ പിടിച്ചു പറിച്ചു എങ്കള മണ്ണു.